ഗുഡ് മോർണിംഗ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചല്ലോ അല്ലേ? ഓക്കെ, നമുക്കിന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമല്ലോ എല്ലാവരും? ഓക്കെ, നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിധി അല്ലേ, നിധിയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. ഇത് നമ്മൾ നിധീൻ്റെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. നിധി ലൈക്സ് ആൻഡ് നിധി വെയർ അല്ലേ, അത് രണ്ടും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നിധി ഈറ്റ്സ്. നിധി ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് അല്ലേ. എന്ത് ഫുഡാണ് നിധി കഴിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളുടെ ക്യാരക്ടറാണ് നിധി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതല്ലേ നിധി, NIDHI. നിധി ഈറ്റ്സ്. ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുന്നത് അല്ലേ. ഈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കഴിക്കുന്നത്. കഴിക്കുന്നതിനാണ് നമ്മൾ ഈറ്റ് എന്ന് പറയുന്നത്. നിധി എന്തൊക്കെയാണ് കഴിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങളുടെ പേജ് നമ്പർ 19 എടുക്കൂ. ടേം 2 പേജ് നമ്പർ 19 എടുത്തോ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് നോക്കാം. നിധി ഈറ്റ്സ് ദീസ്. നിധി ഈറ്റ്സ് ദീസ്. ഇതൊക്കെയാണ് നിധി കഴിക്കുന്നത്. എന്തൊക്കെയാ കഴിക്കണേ? ഫസ്റ്റ് വൺ ഈസ് ഹോട്ട് ബൺസ്. നല്ല ചുടി ബണ്ണ്. ബണ്ണ് അറിയാലോ നിങ്ങൾക്ക്? നിങ്ങൾ കഴിക്കാറുണ്ടല്ലേ? നല്ല ബോർമയിൽ വന്ന നല്ല എന്താ പറയുക, നമുക്ക് വിശപ്പും മാറും. നല്ല സ്വീറ്റ് ബണ്ണുണ്ട്, പല രീതിയിലുണ്ട് അല്ലേ. നല്ല ഹോട്ട് ബൺ കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വൈകിട്ടൊക്കെ സ്നാക്സിന് പകരം ചായയുടെ കൂടെ മുക്കി, പാലിൻ്റെ ഒക്കെ കൂടെ മുക്കി കഴിക്കാൻ ഏറ്റവും സ്വീറ്റി ആയിട്ടുള്ള സാധനമാണ് ബൺ. സോ നിധി ലൈക്സ് എന്താണ്? ഹോട്ട്, HOT, ഹോട്ട് അല്ലേ. നമ്മൾ പഠിച്ചതാ ഹോട്ട്, കോൾഡ്, ഓപ്പോസിറ്റ്സ് പഠിച്ചതല്ലേ നമ്മൾ. ഓക്കെ. നിധി ലൈക്സ് ഹോട്ട് ബൺസ്. BUNS. നിധി ഈറ്റ്സ് ഹോട്ട് ബൺസ്. ഹോട്ട് ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ് നിധിക്ക്. അത് നിധി കഴിക്കും. പിന്നെന്താണ് നിധിക്ക് ഇഷ്ടം? ലീഫി വെജിറ്റബിൾസ്. നല്ല ലീഫി വെജിറ്റബിൾ ഏതൊക്കെയാ? ക്യാബേജ് ഉണ്ട്, റാഡിഷ്, അതൊക്കെ ലീഫി വെജിറ്റബിളാ അല്ലേ. ക്യാബേജും റാഡിഷ്, പിന്നെ കോളിഫ്ലവർ അല്ലേ, അതൊക്കെ നല്ല ലീഫി അല്ലേ. നിറയെ ലീഫ് ഉണ്ടല്ലോ അതിനകത്ത്. അപ്പം എന്തൊക്കെയാണ് ഇഷ്ടം? നിധി ഈറ്റ്സ് ഹോട്ട് ബൺസ്. നിധി ഈറ്റ്സ് ലീഫി. LEAF ആണ് ലീഫ്. അതിൻ്റെ കൂടെ വൈയും കൂടെ ചേർത്തപ്പോൾ എന്തായി? ലീഫി. ലീഫി വെജിറ്റബിൾസ്. VEGETABLES. കിട്ടിയോ? നിധി ഈറ്റ്സ്. ഈറ്റ്സിന്റെ സ്പെല്ലിംഗ് എന്താ? EATS. നിധി ഈറ്റ്സ് ഹോട്ട് ബൺസ്. ഹോട്ട് ബൺസ്. HOT, ഹോട്ട്. BUNS, ബൺസ്. അടുത്ത എന്താണ്? നിധി ഈറ്റ്സ് ലീഫി വെജിറ്റബിൾസ്. ലീഫി വെജിറ്റബിൾസ്. ലീഫി എന്താണ്? LEAFY. ലീഫി വെജിറ്റബിൾസിന്റെ സ്പെല്ലിംഗ് എന്താണ്? VEGETABLES. വെജിറ്റബിൾസ്. നിധി ഈറ്റ്സ് ലീഫി വെജിറ്റബിൾസ്. അടുത്തതോ? നിധിക്ക് ഇഷ്ടം ഇതൊക്കെ കഴിക്കാനാണ്. ഇനി എന്താണ്? നിധിക്ക് എന്ത് കുടിക്കാനാണ് ഇഷ്ടം? നിധി ഡ്രിങ്ക്സ്. എന്താണ്? നിധി NIDHI. നിധി ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞേ. കുടിക്കുന്നത്. നിധി ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ DRINKS. ശ്രദ്ധിക്കുന്നുണ്ടോ? നിധി ഡ്രിങ്ക്സ്. എന്താ നിധി കുടിക്കുന്നത്? ഫ്രഷ് ജ്യൂസ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലേ ഫ്രഷ് ജ്യൂസ്? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്,
ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് അല്ലേ. അങ്ങനെ എല്ലാത്തിൻ്റെ വാട്ടർമെലൺ ജ്യൂസ്, പപ്പായ ജ്യൂസ്, പിന്നെ അങ്ങനെ 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 ഒരുപാട് ലെമൺ ജ്യൂസ്, ഒരുപാട് ജ്യൂസുകളുണ്ട് അല്ലേ. നിധി ഡ്രിങ്ക്സ് ഫ്രഷ് ജ്യൂസ്. നിധി ഡ്രിങ്ക്സ് ഫ്രഷ് ജ്യൂസ്. ഫ്രഷിൻ്റെ സ്പെല്ലിംഗ് എന്താ? FRESH. ഫ്രഷ്. FRESH ഫ്രഷ്. ജ്യൂസിൻ്റെ സ്പെല്ലിംഗ് എന്താ? JUICE ജ്യൂസ്. JUICE ജ്യൂസ്. നിധി ഡ്രിങ്ക്സ് ഫ്രഷ് ജ്യൂസ്. ഇനി എന്താ നിധി കഴിക്കുന്നേ? നിധി ഡ്രിങ്ക്സ് കോൾഡ് കോഫി. കോൾഡ് എന്താണ്? ഹോട്ടിന്റെ ഓപ്പോസിറ്റ് അല്ലേ, കോൾഡ്. COLD. കോൾഡ് എന്ന് പറഞ്ഞാൽ തണുത്ത. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ തണുത്ത കോഫി? കോൾഡ് കോഫി കുടിച്ചിട്ടുണ്ടോ? കഫേയിലൊക്കെ ചെന്നാൽ കിട്ടുമല്ലോ, നല്ല കോൾഡ് കോഫി കിട്ടും. കോൾഡ് കോഫി. കോഫിയുടെ സ്പെല്ലിംഗ് എന്താ? COFFE. കോഫി. കോൾഡ് കോഫി. നിധി ഡ്രിങ്ക്സ് ഫ്രഷ് ജ്യൂസ് ആൻഡ് നിധി ഡ്രിങ്ക്സ് കോൾഡ് കോഫി. കോൾഡ് കോഫി എന്താണെന്ന് അറിയാമോ? നല്ല കോൾഡ് ആയിട്ടുള്ള നല്ല തണുത്ത കോഫിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന തണുത്ത കോഫിയല്ല, അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ് കോൾഡ് കോഫി. കഫേയിലൊക്കെ ചെന്നാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്? നിധി ഡ്രിങ്ക്സ് ഫ്രഷ് ജ്യൂസ്. ഫ്രഷിൻ്റെ സ്പെല്ലിംഗ് FRESH. ഫ്രഷ്. ജ്യൂസിൻ്റെ സ്പെല്ലിംഗ് JUICE ജ്യൂസ്. ഓക്കെ, അടുത്തത് നിധി ഡ്രിങ്ക്സ് കോൾഡ് കോഫി. കോൾഡ് കോഫിയുടെ സ്പെല്ലിംഗ് എന്താണ്? കോൾഡിൻ്റെ സ്പെല്ലിംഗ് COLD. കോൾഡ്. കോഫിയുടെയോ? COFFE. കോഫി. നിധി ഡ്രിങ്ക്സ് ഫ്രഷ് ജ്യൂസ് ആൻഡ് കോൾഡ് കോഫി. ഇനി എന്താണ്? നിധി പ്ലേസ് വിത്ത്. ടീച്ചർ ഇത് കളയണോ? അല്ലെങ്കിൽ ഇവിടെ എഴുതാം അല്ലേ? കാണാമല്ലോ, നിങ്ങൾക്ക് കാണാവോ? ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ. നിധി പ്ലേസ് വിത്ത്. പ്ലേ ചെയ്യാന്ന് പറയുന്നത് പ്ലേ. കളിക്കുന്നതിനാണ് അല്ലേ പ്ലേ പറയുക. പ്ലേസ് വിത്ത്. എന്തൊക്കെ കൊണ്ടാണ് നിധി കളിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, എന്തൊക്കെ കൊണ്ടിട്ടാണ് നിധി കളിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ കൊണ്ടാണ് കളിക്കണേ? എന്തൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കണേ? ടോയ്സ് ഒക്കെ വെച്ചിട്ടല്ലേ. ടോയ്സ് ഉണ്ടാവും. ടെഡി ബെയർ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ ടെഡി ബെയർസ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെന്താണ്? ഡോൾസ് ഉണ്ട് അല്ലേ, ബാർബീസ് ഉണ്ടാവും. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ബാർബി ഡോൾസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ബാർബി ഡോൾസിനൊക്കെ റെഡിയാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ബാർബി ഡോൾസ് ഉണ്ട്. പിന്നെ ബോളൊക്കെ ഇല്ലേ, ബാറ്റൊക്കെ ഇല്ലേ. പിന്നെ നമ്മൾ ബിൽഡിംഗ് സെറ്റൊക്കെ വെച്ചിട്ട് കളിക്കാറുണ്ട് അല്ലേ. നമ്മൾ സ്കൂളിൽ വരുമ്പോൾ എന്തൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ വീട്ടിലൊക്കെ എന്നിട്ട് ഇങ്ങനെ കളിക്കാറുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ നമ്മൾ നിധി എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് നോക്കാം. നിധി പ്ലേസ് വിത്ത് വുഡൻ ടോയ്സ്. വുഡൻ എന്ന് പറഞ്ഞാൽ എന്താ? വുഡ് കൊണ്ടുള്ള. വുഡ് എന്താ? തടി. കണ്ടോ, നോക്കിയേ. ഇത് തടി കൊണ്ടിട്ടുള്ളതാ. നമ്മൾ മേശയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തടിയില്ലേ, കട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തടി, അതിൻ്റെ ടോയ്സ് ഉണ്ടാക്കും. നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ. നമുക്ക് കുറച്ച് ബ്രിക്സ് ഉണ്ട് ഇവിടെ. നമ്മൾ ചെറിയ ചെറിയ ബ്രിക്കുകൾ, തടികൾ ഉണ്ടാക്കിയ ബ്രിക്ക് കളർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കല്ലേ. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇല്ലായിരുന്നോ? അതുപോലെ വുഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡ് കൊണ്ടുണ്ടാക്കിയത്, തടി കൊണ്ടുണ്ടാക്കിയത്. വുഡൻ ടോയ്സ്. ടോയ്സിൻ്റെ സ്വരം TOYS. വുഡൻ ടോയ്സ് പറഞ്ഞാൽ WOODEN. വുഡൻ. WOODEN.
wooden toys. TOYS. Wooden toys. കിട്ടിയോ? ഇനി എന്താണ്? നിധി പ്ലേസ് വിത്ത് ബ്ലൂ ടെഡി. നിധിക്ക് ഇഷ്ടം നല്ല ബ്ലൂ കളർ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ കളർ ഉണ്ട്? എല്ലാവർക്കും പിങ്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ബ്ലൂ ടെഡി. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇവിടെ? ഇവിടെ വരെ കാണുന്നുണ്ടോ? ഓക്കെ, ബ്ലൂ ടെഡി. നിധി പ്ലേസ് വിത്ത് വുഡൻ ടോയ്സ്. ബ്ലൂ ടെഡി. ടെഡി ബെയർ ഇല്ലേ, അതാണ് ടെഡി കേട്ടോ. ബ്ലൂ എന്താണ്? ബ്ലൂ കളർ അല്ലേ? നീല കളർ. ഓക്കെ, ബ്ലൂ കളറിലുള്ള ടെഡീനെയാണ് നിധിക്ക് ഇഷ്ടം. നിങ്ങൾക്ക് റെഡോ പിങ്ക്? ഓക്കെ ഫൈൻ. ഓക്കെ, നിധിക്ക് ഇഷ്ടം ബ്ലൂ കളറിലെ ടെഡിയാണ് കേട്ടോ. അപ്പൊ ബ്ലൂവിന്റെ സ്പെല്ലിംഗ് എന്താ? BLUE. ബ്ലൂ അല്ലേ? ടെഡിയുടെ സ്പെല്ലിംഗ് എന്താ? TEDDY. ടെഡി. ബ്ലൂ ടെഡിയാണ് നിധിക്ക് ഇഷ്ടം. നിധിക്ക് കളിക്കാൻ ഇഷ്ടം. ഇനി എന്താണ്? നിധി ലൈക്സ് കളർഫുൾ. കളർഫുൾ എന്ന് പറഞ്ഞാൽ നല്ല കളറുള്ളത് അല്ലേ? COLOUR എന്ന് പറഞ്ഞാൽ കളറായി. COLOUR കളർ. അതിൻ്റെ കൂടെ തന്നെയാണ് ഫുൾ. FUL. കണ്ടോ? കളർ ഫുൾ. COLOURFUL. കളർഫുൾ balls. BALLS. ബോൾസ് ഒക്കെ അറിയാലോ നിങ്ങൾക്ക്? കളർഫുൾ ബോൾസ്. അപ്പൊ നിധിക്ക് കളിക്കാൻ ഇഷ്ടം എന്തൊക്കെയാണ്? വുഡൻ ടോയ്സ്, ബ്ലൂ ടെഡി, കളർഫുൾ ബോൾസ് അല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിധിയുടെ ഇഷ്ടങ്ങളെന്ന്. നിധി ഈറ്റ്സ്. നിധി ഭക്ഷണം നിധി കഴിക്കണ എന്തൊക്കെയാണ്? ഹോട്ട് ബൺസ്. ഹോട്ടായിട്ടുള്ള ബൺ ഇഷ്ടം അല്ലേ? ഹോട്ട് ബൺസ്. ലീഫി വെജിറ്റബിൾസ്. നിധി ഈറ്റ്സ് hot buns, leafy vegetables. Okay? നിധി കഴിക്കുന്നതാണ് കേട്ടോ ഇത്. നിധി ഡ്രിങ്ക്സ്. നിധി കുടിക്കുന്ന എന്തൊക്കെയാ? ഫ്രഷ് ജ്യൂസ്. നല്ല ഫ്രഷ് ജ്യൂസ്. നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കും അല്ലേ? അപ്പൊ നല്ല ഫ്രഷ് ജ്യൂസ് നിധിക്ക് ഇഷ്ടമാണ്. ഓക്കെ, പിന്നെയോ cold coffee. cold coffee. നിധി ഡ്രിങ്ക്സ് എന്തൊക്കെയാണ്? ഫ്രഷ് ജ്യൂസ്, കോൾഡ് കോഫി. ഓക്കെ, ഇനി എന്താ പറഞ്ഞേ? നിധി പ്ലേസ് വിത്ത്. കളിക്കുന്നത് എന്തൊക്കെ കൊണ്ടാ? പ്ലേ പറഞ്ഞ എന്താ? കളിക്കുക. എന്തുകൊണ്ടാണ് കളിക്കുന്നത് നിധി? നിധി കളിക്കുന്നത് വുഡൻ ടോയ്സ്. വുഡിന്റെ ടോയ്സ് ആണ് അല്ലേ? വുഡൻ ടോയ്സ്. നിധി പ്ലേസ് വിത്ത് വുഡൻ ടോയ്സ്. ബ്ലൂ ടെഡി. ബ്ലൂ കളറിലുള്ള ടെഡി. ബ്ലൂ ടെഡി ആൻഡ് കളർഫുൾ ബോൾസ്. നല്ല കളർ ഡിഫറെന്റ് കളേഴ്സിലുള്ള ബോൾസ്. ഒരുപാട് ഡിഫറെന്റ് കളേഴ്സിൽ ബോൾസ് ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നിധി കളിക്കുന്നത്. കളർഫുൾ ബോൾസ്. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ ഒത്തിരി പുറകിലാണ് ഇംഗ്ലീഷ്. ഒരുപാട് തീർക്കാനുണ്ട് ഇംഗ്ലീഷ്. ഒത്തിരി കിടക്കുന്നുണ്ട് തീർക്കാൻ. അപ്പം നമുക്ക് വേഗം തീർത്തു പോകണം. ഇപ്പം വേഗം തീർക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങളും കൂടെ ടീച്ചറിൻ്റെ കൂടെ നിൽക്കണം. എന്നാൽ അപ്പം അത്രയും വേഗം തീർത്തു പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഫുൾ ഇന്ന് തന്നെ ടീച്ചർ നിങ്ങൾക്ക് എക്സ്ക്യൂസ് തരാറുണ്ട്. 2 എഴുതിയാൽ മതി, 3 എഴുതിയാൽ മതി. പക്ഷെ ഇപ്പം നടക്കണില്ല. കാരണം 2, 3 ഒക്കെ എഴുതി കഴിഞ്ഞാൽ തീരത്തില്ല. ഒത്തിരി ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം മക്കള്? ഇത് ഫുള്ളായിട്ട് ടീച്ചറിന് ഇന്ന് തന്നെ എഴുതി കാണിക്കണം. 2 രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 സമയമുണ്ട്. നമ്മൾ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ടും കൂടെ സ്പെൻഡ് ചെയ്യണം. ഇന്ന് തന്നെ എന്ത് ചെയ്യണം മക്കള്? ഇതെല്ലാം എഴുതി ടീച്ചർ നല്ല നീറ്റായിട്ട് എഴുതി അയച്ചു തരുമോ? ചുമ്മാ എഴുതി അയച്ചു തന്നാൽ മതിയോ? അല്ല, നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ട് വേണം എഴുതാൻ. അപ്പം നിങ്ങൾ ഓരോന്നിൻ്റെ സ്പെല്ലിങ്ങും പറയണം. കൂട്ടത്തിൽ
എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണം. HOT ഹോട്ട്, BUNS ബൺസ്. ഇങ്ങനെ തന്നെ പറഞ്ഞോളാം. നിധി NIDHI നിധി, ഈറ്റ്സ് EATS ഈറ്റ്സ്, HOT ഹോട്ട്, BUNS ബൺസ്. പിന്നെ അടുത്ത ലീഫി. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും സ്പെല്ലിങ് പറഞ്ഞ് എഴുതണം കേട്ടോ. നിങ്ങളൊന്നും മിണ്ടാതെ ചുമ്മാ മോളിരിക്കുന്നത് തന്നെ പകർത്തി എഴുതരുത് കേട്ടോ. അത് വേണ്ട. പകരം പറഞ്ഞുകൊണ്ട് എഴുതാൻ നിങ്ങൾ നല്ല നീറ്റായിട്ട് പഠിച്ചിട്ട് വരും. അപ്പോൾ എഴുതി കാണിക്കോ ടീച്ചറെ? പഠിക്കോ ഇത്? ഓക്കെ. ടീച്ചർ TP ഒന്നും ഇടാത്തത് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ്. ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ ഓടിച്ച് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ടീച്ചർ TP ഇപ്പോൾ ഉപേക്ഷിച്ചിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. പഠിപ്പിച്ചെല്ലാം കഴിയുമ്പോൾ ടീച്ചർ ആദ്യം തൊട്ട് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് TP ഇടാം. ഓക്കെ. അപ്പോൾ എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന അന്നന്ന് അവർ പഠിച്ചു അന്നൊന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി ടീച്ചർ, പോട്ടെ. ബൈ, സീ യു.